പ്രമുഖ പ്രഭാഷകനും നിയമപണ്ഡിതനും ചിന്തകനുമായ ഓണംപിള്ളി മുഹമ്മദ് ഫൈലിയാണ് ഇന്ന് ന്യൂസ് 26-ലെ അതിഥി. തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചില കാര്യങ്ങളാണ് ഫൈലി ഉസ്താദുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്താദെ, രാജ്യത്ത് നിലവിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിലയിരുത്തുമ്പോഴും രാജ്യത്തിൻ്റെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബഹുസ്വരതയും മതേതരത്വവും ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിഷയവും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്നത്. കാരണം 2024 എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ്. ഒന്ന്, ഇന്ത്യയിലെ വളരെ ഫാസിസ്റ്റ് ചിന്തയുള്ള ഒരു സംഘടനയുടെ, അതായത് സംഘപരിവാറിൻ്റെ, പ്രത്യേകിച്ച് RSSൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം ഇനി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുമോ, അല്ല മറിച്ചൊരു ഹിന്ദു രാഷ്ട്രമായി അവരുടെ അജണ്ട പോലെ പ്രഖ്യാപിക്കപ്പെടുമോ എന്ന് ഭയക്കേണ്ടി വരുന്ന ഒരു അതിനിർണായകമായൊരു ദശാസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ആ ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനമാണ്. കാരണം ഈ 2024-ലെ പാർലമെൻറ്റ്, 18ാം പാർലമെൻറ്റ് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ ഫാസിസ്റ്റുകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന ചോദ്യം ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. അതായത് ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന ബഹുസ്വരതയുടെ, ഇന്ത്യ എന്ന ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യ എന്ന മതേതരത്വത്തിൻ്റെ ആശയത്തെ നിലനിർത്താൻ നമ്മുടെ രാഷ്ട്രശില്പികൾ സ്വപ്നം കാണുകയും വിഭാവന ചെയ്യുകയും ചെയ്ത ആ ഒരു വലിയ ആശയം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ പൗരൻ്റെയും ചോദ്യമായി മാറാണ്. ആ അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. സംഘടനാപരമായ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വൃഥാ കൊണ്ടാടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. വികസന കാര്യങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വാചാലരാകുന്നുണ്ട്. വിശിഷ്യ നാം മലയാളികൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ അവസരം വന്നപ്പോൾ പരമാവധി ആയുധമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇതിനപ്പുറം എന്താണ് ഇതിൽ ചർച്ചയാവേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ വികസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ജനകീയമായി ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതായത് കഴിഞ്ഞ 1ാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർ ഉന്നയിച്ചിരുന്ന 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുൾപ്പെടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പലതും പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ പാഴ്വാക്കായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2 ടേം അവർ ഭരിക്കുമ്പോൾ രാജ്യം സാമ്പത്തികമായി തകരുന്നു. പ്രത്യേകിച്ച് സമ്പദ്ഘടനയെ വല്ലാതെ ബാധിച്ച വിധത്തിലുള്ള നോട്ട് നിരോധനം പോലെയുള്ള വലിയ വിഷയങ്ങൾ വന്നു. അതുപോലെ കോർപ്പറേറ്റുകൾക്ക് പരമാവധി തീരെഴുതി കൊടുത്തുകൊണ്ടുള്ള രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ആ രീതിയിലേക്ക് വല്ലാതെ മാരകമായി പരിക്കേൽപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയി. അതെ, ആ വികസനങ്ങൾ തന്നെയും കോർപ്പറേറ്റുകൾ മാത്രം മതി എന്ന് പറയുന്ന തരത്തിലേക്ക് രാജ്യത്തെ അങ്ങനത്തെ വലിയ സാമ്പത്തിക കുത്തകൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. മാത്രമല്ല, രാജ്യം ദാരിദ്ര്യരേഖയുടെ താഴോട്ട് പോകുന്ന വിധം ഒട്ടേറെ പട്ടിണി, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ രാജ്യത്തിന് അനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോഴും അതിനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്നത് ഇതാണ്. അതായത് അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികസന സ്വപ്നങ്ങളുടെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകുമ്പോൾ തന്നെ ഈ രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് പ്രധാനം നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ട, ലിഖിതമായിട്ടുള്ള ഭരണഘടനയുടെ കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ടമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെടുത്തി രാജ്യത്തിന്റെ മതേതരത്വം, രാജ്യത്തിന്റെ ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാ പൗരന്മാർക്കുമുള്ള സമത്വം, അങ്ങനെ തുടങ്ങുന്ന ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഒരുപക്ഷെ അമേരിക്കൻ ഭരണഘടനയാവാം ആദ്യം ഉണ്ടായതെങ്കിലും അതിനേക്കാളും എന്ന് പറയാവുന്ന വിധം രാജ്യത്ത് ജനാധിപത്യത്തിന്, പ്രത്യേകിച്ച് മതേതര സംവിധാനങ്ങൾക്ക് ഒരു മതത്തിലും പ്രത്യേക പ്രിവിലേജ് കൊടുക്കാതെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതവിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ഭരണഘടനയാണ്. പക്ഷെ ആ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി. പ്രത്യേകിച്ച് സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു മതേതര ഭരണഘടനയെ അവസാനിപ്പിക്കണമെന്നും അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന ഒരു ഏകരാഷ്ട്ര സങ്കല്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക. ഇത് ഏകരാഷ്ട്രം, ഒരേ നിലക്കുള്ള വോട്ട് പാറ്റേൺ വെച്ച് എല്ലാം ഒറ്റ ദിവസത്തെ വോട്ടെണ്ണൽ, ഒറ്റ ദിവസത്തെ വോട്ടെടുപ്പ്,
അതുപോലെ തന്നെ ഏക ഭാഷാ സംവിധാനം, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ്, അതായത് എല്ലാവർക്കും ഒരേ കോഡ് എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് UCC പോലെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യയുടെ അഭിമാനമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും നിലനിൽക്കുന്ന ഒന്ന് ബഹുസ്വരതയാണ്. ഇവിടുത്തെ ഈ ഒരു പ്ലൂരാലിറ്റിയാണ്. നമ്മുടെ ഈ ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്ത് ഒരു ഏക ഭാഷ, എത്ര നാനാവിധ ഭാഷകളുടെ സംസ്കൃതികളുടെ ഒരു വലിയ ഒരു പൂന്തോട്ടമായി നിൽക്കുന്ന രാജ്യത്തെ ഒരേ ഒരു ഏകദാനമായ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു ഫാസിസ്റ്റ് അജണ്ടയാണ് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത്. ആ ഫാസിസം ആ അർത്ഥത്തിൽ ആദ്യം ബാധിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആ ഒരു ബഹുസ്വരമായിട്ടുള്ള സങ്കല്പങ്ങളെ മുഴുവൻ തച്ചു തകർത്താൽ രാജ്യത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക്, അഥവാ ഒരു പരമാധികാര ഒരേ ഒരു സ്വേച്ഛാധികാര പൂർവമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ഫാസിസം സ്വപ്നം കാണുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നിർണായകമായിട്ടുള്ള അതിൻ്റെ ഒരു ദശാസന്ധിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി പഠിക്കുമ്പോൾ ഫാസിസത്തിനെതിരെ ഇരകൾക്കുള്ള ഒരേ ഒരു ആശ്രയമാണ് ഇന്ത്യ മുന്നണി. മുന്നണി നിലവിൽ വന്ന ശേഷം നമ്മൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇന്ത്യ മുന്നണി നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോ നിലവിൽ എങ്ങനെയാണ് ഫാസിസത്തെ നമുക്ക് എതിർക്കാൻ സാധിക്കുക? അതിനൊരു ജനാധിപത്യപരമായ സംവിധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റൊരർത്ഥത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ മുന്നണികൾ രൂപീകരിക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നിലവിൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോലും തൊട്ട ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രക്രിയയുടെ ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ സമീപകാലത്ത് നമ്മൾ കണ്ടത് കോൺഗ്രസ് ഇങ്ങനെ ദുർബലപ്പെട്ടു വരികയും സ്വാഭാവികമായിട്ട് പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിച്ചു വരികയും അതിലുമപ്പുറം ഫാസിസ്റ്റ് സംവിധാനങ്ങൾക്ക്, പ്രത്യേകിച്ച് BJPക്ക് വലിയ ശക്തി വരികയും ചെയ്യുന്ന അവരുടെ വർഗീയ അജണ്ടകൾ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന ആത്യന്തികമായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം മതേതരമാണ്, മതേതര ചിന്ത നിലനിൽക്കുന്നുണ്ട്. സമീപകാലത്ത് നടന്ന ചില കണക്കുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, രാജ്യത്തൊരു 70% ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു മതേതര സംവിധാനം നിലനിൽക്കണമെന്നാണ്. ഏകദേശം 90% ആളുകളും ആ രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ രാജ്യം ഒരു മതേതര സംവിധാനത്തിന്റെ മനസ്സ് നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഇത് നിലനിർത്തി ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കേണ്ടത്. അതായത് നമുക്ക് മുമ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. ഒന്ന്, സമീപകാലത്ത് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് കർണാടകയാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും ശക്തമായി വേരുള്ള ഒരു സംസ്ഥാന ഘടകമാണ് കർണാടക. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും അവിടെ വളരെ ശക്തമായി, വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടെ കോൺഗ്രസ് പ്രവർത്തിച്ചപ്പോൾ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കർണാടകയിൽ ഇനി യാതൊരു പ്രസക്തിയില്ല എന്ന പോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പോലും കഴിയാത്ത വിധം അപ്രസക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് കർണാടക മാറുന്നത് നമ്മൾ കാണും. സ്വാഭാവികമായിട്ട് ആ കർണാടകയുടെ തരംഗം, അതിൻ്റെ സ്വാധീനം നമുക്ക് പിന്നെ തെലുങ്കാനയിൽ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെമ്പാടും അതിൻ്റെ ഒരു പ്രചോദനവും പ്രയോജനവും നമുക്ക് കിട്ടിയെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു മൂവ്മെന്റിന്റെ പരീക്ഷണമാണ്. കർണാടകയിൽ എന്താണ് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്, അത് ഇന്ത്യയിലെമ്പാടും വിജയിപ്പിക്കാൻ പറ്റിയ ഒന്നാണ്. ഒന്ന്, കോൺഗ്രസ് വളരെ കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുകയും ഒപ്പം കോൺഗ്രസിന് ശക്തി വരാൻ കഴിയുന്ന വിധം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു മതേതര രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണാതിരുന്നാൽ നമുക്കിപ്പോൾ മഹാരാഷ്ട്രയിലെ ശിവസേനയും കോൺഗ്രസും ഒക്കെ കൂടുന്ന സഖ്യവും, അതോടൊപ്പം തന്നെ കർണാടകയിലേത്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേത്, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ കുറച്ചുകൂടി ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക്. എന്നാൽ പോലും അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത ചേരുവകളെ ചേർത്ത് പിടിച്ചാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനിർണായകമായി കോൺഗ്രസിന് അല്ലെങ്കിൽ മതേതര ചേരിക്ക് ജയിക്കാൻ, ആധിപത്യം നേടാൻ സാധ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് ഒരു ശുഭാപ്തി വിശ്വാസം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ
നേരിട്ടിടപെടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും സാധ്യമാവാത്ത ഒരു ദുരവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, നമ്മൾ എത്ര നിഷേധിച്ചാലും. ഒപ്പം ഒരു പഴുത് കിട്ടിയാൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കാൻ ഒരുമ്പെടുന്ന ഒരു ജനതയായി നമ്മൾ മാറുകയും ചെയ്തു. ഇനിയെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായി ഈ വിഷയങ്ങളെ സമീപിക്കാതിരിക്കുകയും ജനാധിപത്യപരമായി ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നത്തിന്റെ മുമ്പിൽ ഏറ്റവും വിവേകപൂർവമായ സമീപനം. അങ്ങനെ ഒരു സമീപനം നമ്മൾ എടുക്കുമ്പോൾ അവിടെ പ്രധാനം പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാമെങ്കിലും ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ മാറി നിന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ ആർക്കൊക്കെ ഭൂരിപക്ഷമുണ്ടോ അല്ലെങ്കിൽ അവിടെ ആർക്കൊക്കെയാണോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുക ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില ഒരു അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ അരുചികളോ അനുഭവപ്പെടുന്ന ചിലതൊക്കെ ദേശീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണേണ്ടി വന്നു. അതിന് കാരണം അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു ബെൽറ്റിനെയും കൂടി ഒരു വോട്ട് ബാങ്ക് എന്ന നിലക്ക് അവരെയും കൂടി പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനം മുസ്ലിം സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി മാറും. ആ മുസ്ലിം സ്വത്വ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇന്ത്യയിൽ കണ്ടത് ഈ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ചേരുവകൾ ചേർക്കുമ്പോൾ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വളരെ വലിയ മതേതര രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും അവർക്കിപ്പോൾ മുസ്ലിം ഇഷ്യൂസിനെ മാത്രമായി എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ ഭൂരിപക്ഷ സമൂഹങ്ങളുടെ ഒക്കെ സ്പന്ദനങ്ങൾക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് കഴിയും. അവിടെ പിന്നെ മുസ്ലിം ഇഷ്യൂസിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗ് വീണ്ടും പരുവപ്പെട്ടുണ്ടാകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ ചിന്ത ഇതായിരുന്നു. അതായത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സ്വത്വം അത് തനിച്ചു നിൽക്കുകയും എന്നാൽ അതോടൊപ്പം ആ രാഷ്ട്രീയ സ്വത്വം വിവേകത്തിനെ മറികടക്കുന്ന ഒരുതരം തീവ്രമോ വർഗീയമോ ആയി പോകാതിരിക്കുന്ന വിധം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ജനാധിപത്യ പാർട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള മുന്നണി സംവിധാനത്തിലൂടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ എല്ലാ കാലത്തെയും ചിന്ത. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ കേരളത്തിൽ ഒരുപാട് വിജയിച്ചു. പാർലമെന്റിൽ ഒരുപാട് സമയങ്ങളിൽ മുസ്ലിം ലീഗ് അത്തരം വിഷയങ്ങളെ ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായത് ശ്രീ രാജീവ് ഗാന്ധി തന്നെ ആ വിഷയത്തിൽ പിന്നെ ആ ഒരു സ്പിരിറ്റോട് കൂടെയല്ല അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിക്കുക പോലും ചെയ്തത്. പക്ഷേ ആ ഒരു സ്പിരിറ്റിലേക്ക്, അതായത് എന്താണ് ആ വിഷയത്തിൽ മുസ്ലിം വികാരം എന്ന് മനസ്സിലാക്കുന്നത് ബഹുമാനായ ബനാത്തോല സാഹിബിന്റെ പ്രസംഗത്തോടു കൂടിയാണ്. അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുമ്പോഴാണ്. അതോടുകൂടിയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്പന്ദനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ ഒരു കോൺഗ്രസ് മെമ്പർക്ക് കഴിയുന്നതിനേക്കാൾ ഏറെ കഴിഞ്ഞത് ഒരു മുസ്ലിം ലീഗ് മെമ്പർക്കാണ്. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ അത്തരം വിഷയങ്ങൾ അതിന് കൂടാണ് ഇനി നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാക്ക് അഥവാ 3 തലാക്ക് ഒറ്റയടിക്ക് ചെയ്താൽ അതോടെ ഭർത്താവ് ക്രിമിനൽ ആണെന്ന രീതിയിൽ അയാളെ പിന്നെ ആ രീതിയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന തരത്തിൽ വരെ അതിനെ ക്രിമിനലൈസ് ചെയ്ത ഒരു പാർലമെന്റാണ് നമ്മുടെ പാർലമെന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സിവിലായിട്ടുള്ള ഒരു നിയമത്തെ കൊണ്ടുവന്ന് പിന്നെ ക്രിമിനലൈസ് ചെയ്യുന്ന അസാധാരണമായ ഒരു നിയമമാണ് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടത്. ഇത്തരം വിഷയങ്ങൾ ഇനിയും ഇങ്ങനെ വരികയാണ് ഓരോന്നോരോന്നായി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രത്യേകം അഡ്രസ്സ് ചെയ്യുന്ന അത്തരം വിഷയങ്ങൾ. ഇപ്പോൾ CAA ഉദാഹരണത്തിന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെട്ടെന്ന് ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പം തന്നെ മുസ്ലിങ്ങളെ പുറത്തു കിടക്കുന്നതാണോ CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രശ്നം എന്നാണ്. അങ്ങനെ ഒറ്റയടിക്ക് മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ പുറത്താക്കാൻ അല്ലെങ്കിലും ആർക്കും കഴിയില്ല. പക്ഷെ അവിടെ പ്രശ്നം മുസ്ലിങ്ങളൊരു 2ാം പൗരന്മാരാണെന്നുള്ളൊരു അപകർഷബോധത്തിലേക്ക് ഈ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ ആക്ട് വന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ ബില്ല് വരുമ്പോൾ അത് CAB വരുമ്പോൾ പിന്നെ അത് CAA ആ ബില്ല് ആക്റ്റായി മാറുമ്പോഴൊക്കെ നമ്മൾ കണ്ട പ്രശ്നം ഇതാണ്. മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്നാൽ സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാ കൂടുതൽ വിശിഷ്ടരും മുസ്ലിങ്ങൾ അങ്ങനെ അല്ലാത്തവരുമാണെന്ന് വരെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ആ പ്രശ്നത്തെ നമുക്ക് അങ്ങനെ കൂടി അപഗ്രഥിക്കാൻ കഴിയും. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ CAA അതിൽ മാത്രം ഒതുങ്ങുന്നൊന്നുമല്ല. വളരെ ദീർഘകാലത്തിൻ്റെ വലിയ ഭവിഷ്യത്തുകൾ പിന്നെ വരാൻ പോകുന്ന ഒരു പ്രശ്നം തന്നെയാണ് CAA. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തലിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി നഖശിഖാന്തം എതിർക്കാൻ അവിടെ മുസ്ലിം സ്വത്വരാഷ്ട്രീയ പ്രതിനിധികൾ വേണ്ടി വരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ ഈ കാലത്ത് മുസ്ലിം ലീഗിൻ്റെയും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ പ്രധാന മുന്നണികളായ UDF-ലെയും LDF-ലെയും പ്രമുഖ കക്ഷികളെല്ലാം
ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇതിൽ ആരെ പാർലമെന്റിലേക്ക് അയക്കുമെന്ന ആശയക്കുഴപ്പമുണ്ട് ചിലർക്ക്. ഒരു വലിയ വിഭാഗം അങ്ങനെ ഒരു കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തുന്നുമുണ്ട്. ഇതിനോട് എങ്ങനെയാണ് ഉസ്താദ് പ്രതികരിക്കുക? കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രണ്ട് മുന്നണികളാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്ന് LDF മറ്റൊന്ന് UDF എന്ന നിലക്ക്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്ന നിലയിലാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് അത്ര വലിയ വേരുണ്ടാക്കാൻ, അതായത് NDAക്ക് അത്ര വലിയ വേരുണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികൾ തമ്മിലാണ് പലപ്പോഴും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളും അവരെയാണ് കൂടുതൽ കാണുക. ചില മണ്ഡലങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ LDF പോയാലും UDF പോയാലും അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെ ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചാലും ഒരേപോലെ തന്നെ അവിടെ പാർലമെന്റിൽ ഒരേ ശബ്ദത്തിൽ നിൽക്കുന്നവരാണെന്നുള്ള ഒരു പ്രചരണം നടക്കാറുണ്ട്. ശരിയാണ്. കാരണം ഒന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ CPI എങ്കിലും കുറച്ചുകൂടി ശക്തമായിട്ടുണ്ടെന്ന് പറയാം. CPM ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാവുന്ന തരത്തിൽ നിലനിൽക്കുന്നുണ്ടൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മറ്റു പാർട്ടികളുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഏറ്റവും ആവശ്യം രണ്ട് കാര്യമാണ്. ഒന്ന്, 18ാം പാർലമെന്റ് ഏറ്റവും വലിയ നിർണായകമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും പാഴാക്കാത്ത വിധം പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന വളരെ പരിചയസമ്പന്നരായ ആളുകൾ പാർലമെന്റിൽ എത്തുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായൊരു സമയമാണ്. നല്ല ഭാഷാ വൈദഗ്ധ്യം വേണം. പാർലമെന്ററി സംവിധാനത്തെ അറിയുന്ന പരിചയസമ്പത്ത് ഉണ്ടാവണം. കാരണം ഏത് സമയത്തും എന്തും, അതായത് ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ കേവല ഭൂരിപക്ഷം കിട്ടിയെന്ന് വരാം, അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബലവത്തായ അർത്ഥത്തിൽ BJP NDA മുന്നണിക്ക് ബലാബലം വരുന്ന ഒരു സാഹചര്യമൊക്കെ വരാം. ഇങ്ങനെയൊക്കെ വരുന്ന അതിനിർണായകമായൊരു ഘട്ടം ഒരുപക്ഷെ സംഭവിക്കാം. ഇങ്ങനെ പ്രവചനാതീതമായി നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എത്രയും ശക്തമായി രാഹുൽ ഗാന്ധിയോടൊപ്പം, അതായത് UDFന്റെ അല്ലെങ്കിൽ ശരിക്കും ഇന്ത്യ മുന്നണിയുടെ UPAയുടെ കൂടെ നിന്ന് അതിന് യാതൊരു സംശയമില്ലാതെ നിൽക്കാൻ പറ്റുന്ന ആരാണോ അവരെ ആയിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക. കാരണം രണ്ട് കാര്യമാണ് ഞാനതിൽ ഒന്ന് പറയുന്നത്, ഏറ്റവും പരിചയസമ്പന്നരായിരിക്കുക, നല്ല ഭാഷാ വൈദഗ്ധ്യം ഒക്കെ ഉണ്ടാവുന്ന വളരെ പ്രഗത്ഭരായ ആളുകൾ പോകേണ്ട ഒരു സമയം. ഇപ്പോൾ ഒരു പരീക്ഷണത്തിൻ്റെ നേരം പോലും അല്ല, ഒട്ടും പരീക്ഷണത്തിൻ്റെ നേരമല്ല. കാരണം അത്ര നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും വലിയ കക്ഷിയായി ഒരുപക്ഷെ വരാവുന്നത്, ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന് ശക്തി പകരുന്ന, ഒരു തർക്കവുമില്ലാതെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവർ പോയിട്ടില്ല എന്ന് വന്നാൽ അവിടെ ഒരു ചർച്ചക്കോ ഒന്നിനും നേരം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ 18ാം പാർലമെന്റ് വരിക. അപ്പോൾ 18ാം പാർലമെന്റിനെ അത്ര നിർണായകമായി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പിന്നെ UDF വിജയിക്കേണ്ടി വരുന്ന, UDFലെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടി വരുന്ന അതിനിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അത്ര നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുകയാണ്. UDFനകത്തെ പ്രമുഖ കക്ഷിയായ പ്രബല പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കേരളത്തിനകത്തും ലോക്സഭയിലും എത്രത്തോളം അനിവാര്യമാണ്? പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ വോട്ടർമാരോട് അങ്ങേക്ക് ഇവിഷയകമായി എന്താണ് പറയാനുള്ളത്? ലീഗ് കേരളത്തിൽ ചെയ്ത ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷ പ്രബല ജനവിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള അവരുടെ ആത്മധൈര്യം കൂട്ടി എന്നുള്ളതാണ്. അവരുടെ അപകർഷബോധം കുറച്ചു. ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ മുൻഗാമികളായ നേതാക്കൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ഇരുന്ന മഹാനായ ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ B. പോക്കർ സാഹിബ് പോലെയുള്ളവർ എന്താണ് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ സ്വത്വം എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി. ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള അതിൻ്റെ മുന്നേറ്റത്തിന് എങ്ങനെ ആവശ്യമായ പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് വളരെ കൃത്യമായി ആലോചിച്ച് ചെയ്ത് വച്ച ഒരു വലിയ പ്ലാറ്റ്ഫോം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുണ്ട്. അത് ഇനി ഒരുപാട് തുടരേണ്ട കാലമാണ്. കാരണം എന്ന് വെച്ചാൽ കേരളം പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിന് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യം, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, അതോടൊപ്പം തന്നെ അതിനെ മുന്നിൽ നയിച്ച പാണക്കാട് കുടുംബം, അതുപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, അതോടൊപ്പം അവരോടൊപ്പം നിന്ന ഒരുപാട് പണ്ഡിതന്മാർ, പിന്നെ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ശരിക്കും പറഞ്ഞാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലും, നബർ അള്ളാഹു മർഖദ, അങ്ങനെ ഒരുപാട് ആളുകൾ, അതായത് സംസ്ഥയുടെ മഹാരഥന്മാരായ ഒരുപാട് നേതാക്കൾ
ഈ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളും പ്രവർത്തകരുമായിരുന്നു. അത് മഹാനായ കെ.ടി. ഉസ്താദ് വരെ, കെ.ടി. മാനു മുസ്ലിയാർ വരെ, കെ.സി. ജമാലുദ്ദീൻ മുസ്ലിയാർ വരെ, നാട്ടിക വി മൂസ മുസ്ലിയാർ വരെ, നബർ അല്ലാഹു മറാഖിദു, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അന്നും ഇന്നൊക്കെയുള്ള കുറേ ചർച്ചകളുണ്ട്. അതായത് ഇപ്പോൾ ലീഗ് പഴയ ലീഗല്ല, അങ്ങനെയൊക്കെ ചോദ്യവും അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്ന ഒരു 10, 25, 30 കൊല്ലം മുമ്പ് ഇതേ ഉത്തരവ് നമ്മൾ കേട്ടതാണ്. അതായത് ലീഗ് പഴയ ലീഗല്ല, പണ്ട് ലീഗ് ബാഫയ്ക്ക് തങ്ങടെയായിരുന്നു, ഇപ്പോൾ ശിഹാബ് തങ്ങടെയാണ് എന്നൊക്കെ പറയുന്ന കാലമുണ്ട്. ഇപ്പോൾ ബാഫയ്ക്ക് തങ്ങടെയും പൊക്കോ തങ്ങടെയും കഴിഞ്ഞു, ശിഹാബ് തങ്ങട കഴിഞ്ഞു. അങ്ങനെ സ്വാഭാവികമാണല്ലോ, കാലം ഇങ്ങോട്ട് താഴോട്ട് പോരുമ്പോൾ ഹദീസൊക്കെ പറഞ്ഞ മാതിരി തുമ്മല്ലദീന യലൂനഹും എന്നാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ വീഴ്ചകളും അപാകങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രധാനമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രസക്തി കുറയുന്നില്ല, മറിച്ച് അത് കൂടുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സിനോരിയോ അത് വളരെ കൃത്യമായി ആ ഒരു പ്രസക്തി കൂട്ടിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അന്നും ഇപ്പോൾ പല തരത്തിലുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ ആശയപരമായ വ്യതിയാനങ്ങളുടെ കാര്യത്തിൽ അന്നിപ്പോൾ ഞാൻ പറഞ്ഞ പാങ്ങിൽ ഉസ്താദ് ഉള്ള കാലത്തും അന്ന് ആശയപരമായ വ്യതിയാനമുള്ള ഒരുപാട് ആളുകൾ ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നടന്നവരാണ്, രണ്ട് പ്രസ്ഥാനങ്ങളെയും ചേർത്ത് പിടിച്ചവരാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും മതപരമായി എന്ത് ചെയ്യണം എന്നുള്ളതും രണ്ടായിട്ട് പണ്ട് നാട്യോത്സവ ഭരണമാതിരി ഒന്ന് ട്രെയിനാണെന്ന് ബസ്സാണ്, കൂട്ടിമുട്ടാതെ പോകാവുന്ന ചില ആവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ ചിലതൊക്കെ അങ്ങനെ പോകേണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും ലീഗിന് കൂടുതൽ ദൗത്യങ്ങളുണ്ട്, കൂടുതൽ പ്രസക്തിയുണ്ട്. വ്യത്യസ്ത വിചാരധാരയിലായിരിക്കുമ്പോഴും സമുദായത്തിൻ്റെ പൊതു നന്മയ്ക്കു വേണ്ടി വിവിധ സംഘടനകളിലെ നേതാക്കൾ പാർട്ടിയിൽ കൈകോർത്തു എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യം. സമുദായത്തിൻ്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഈ ഐക്യം നിലനിൽക്കേണ്ടത് പ്രധാനമല്ലേ? എന്താണ് ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം? മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഈ ചില ആരോപണങ്ങൾ, അതായത് ആശയപരമായിട്ട് വഹാബി ആശയാണെന്നൊക്കെ പറയുന്നത് ഒരു 10-30 കൊല്ലം മുമ്പ് 89 നമ്മൾ കൂടുതൽ കേട്ടൊരു സമയമുണ്ട്. അന്ന് അത് തറപ്പിച്ച് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഉദാഹരണം കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു PC ഹാജി, അതുപോലെ തന്നെ AV അബ്ദുറഹ്മാൻ ഹാജി. AV അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറഞ്ഞാൽ അതായത് സലഫി വിഭാഗത്തിൻ്റെ അതായത് KNMന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നൊരു പദവിയിൽ വരെ ഇരുന്ന ഒരാളാണ്. അതായത് തെളിവ് സഹിതം ഇങ്ങനെ പറയാൻ പറ്റും ഇന്ന ആൾക്കാരുള്ള ഒരു പാർട്ടി എന്നൊക്കെ. പക്ഷേ അപ്പോഴും ഒരു ഉമ്മത്തിൻ്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം, അന്ന് ശിഹാബ് തങ്ങളാണ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ, അന്ന് ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, കെ.സി. ജമാലുദ്ദീൻ മുസ്ലിയാർ, കെ.ടി. മാനു മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ വളരെ പ്രമുഖരായ ആളുകൾ, ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് പേരുകൾ, പ്രത്യേകിച്ചും നാട്ടി ഉസ്താദ്. അപ്പം ഇത് ആദർശത്തെ എന്താണെന്ന് കൃത്യമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നാട്ടി ഉസ്താദ് നബർ അല്ലാഹു മറാഖിദഹു, ഇവരെല്ലാവരും ഇതേ വാദങ്ങൾ നിലക്കുമ്പോഴാണ് മറുഭാഗത്ത് അതല്ല എന്ന് പറഞ്ഞ് ഇതിനോടൊപ്പം തന്നെ നടന്നത്. അപ്പോൾ ഇതേ വാദങ്ങൾ അന്നുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ പറയുന്ന വഹാബിസം എന്നൊക്കെ പറയുന്ന വാദങ്ങൾ അന്ന് കൂടുതൽ ശക്തമാണ്. കാരണം KM സീതി സാഹിബ് ഒരു ഘട്ടത്തിലുണ്ട്. KM സീതി സാഹിബിൻ്റെ ആശയം എന്താണെന്ന് നമുക്കറിയാം. സീതി ഹാജി ഉണ്ട്, AV അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട്, MK ഹാജി ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത ആശയധാരകൾ ഇങ്ങനെ ചേർന്ന് നിന്നു വന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ അല്ല ലീഗിനെ കാണേണ്ടത്, മറിച്ച് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ എന്താണ് മുസ്ലിം ഉമ്മത്തിന് ചെയ്യാൻ പറ്റുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്നൊരു സാമുദായിക രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നൊരു അജണ്ട നമ്മുടെ ഉസ്താദുമാരുടെ വ്യക്തിപരമായ താല്പര്യത്തിലുണ്ടായിരുന്നു. സമസ്ത എന്ന് പറയുന്ന ഒരു ആശയപരമായ താല്പര്യത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളതിനേക്കാളേറെ വ്യക്തിപരമായി. ഇപ്പോൾ കെ.ടി. മാനു മുസ്ലിയാരൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ ശാഖാ കമ്മിറ്റിയുടെ സ്വാഗതം പ്രഭാഷകനായിട്ട് വന്നു എന്നൊക്കെ അദ്ദേഹം ഉസ്താദ് തന്നെ പറയുന്ന അനുസ്മരണ കുറിപ്പുകൾ തന്നെ നമുക്ക് കാണാം. അപ്പോൾ സ്വയം അത് എന്തായിരുന്നു ഞാൻ എന്ന് അടയാളപ്പെടുത്താണ്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു വിഷയത്തെ നമ്മൾ ഇന്നിപ്പോൾ പറയുന്നതിനേക്കാൾ ഏറെ പറഞ്ഞ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും നേരത്തെയുള്ള ഘട്ടത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാലാണ് അതറിയാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു തനിയാവർത്തനങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. അത് അന്ന് ആരോപിച്ചത് മറ്റൊരു വിഭാഗമാണ്. 89 സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വിഭാഗം ആൾക്കാരാണ് അങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവന്നത്. ആ ആരോപണങ്ങൾ ഇതൊക്കെയായിരുന്നു. അതിന് ഉപോത്ബലകമായി നിൽക്കുന്ന ഒട്ടേറെ തെളിവുകൾ അവർ ഹാജരാക്കിയിരുന്നു. അതുപോലെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. അപ്പം ഈ ആരോപണങ്ങൾ അതേപോലെ തന്നെ ഇപ്പോഴും എടുക്കുന്നുള്ളൂ.
ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. രണ്ട് പാർട്ടി, രണ്ട് സംഘടനാ സംവിധാനം, രണ്ട് രീതി, രണ്ട് ചിന്താധാര സ്വാഭാവികമായിട്ട് ഉണ്ടായാലും അതിനെ തീർക്കാനുള്ള പരിഹാര മാർഗങ്ങൾക്കും സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു വാദം അത് ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അതൊക്കെ ഇപ്പോൾ അപ്രസക്താണ്. കാരണം അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് പോകണം എന്നുള്ളതാണ്. അവിടെ നമ്മളിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം UDF ഭാഗമായിട്ട് മുസ്ലിം ലീഗുണ്ട്. ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിൽക്കുന്നു. അവരാണെങ്കിലും അവരിൽ ഒരാൾ ഇതേ 89 ഏറ്റവും ശക്തമായി പ്രസംഗിച്ച് നടന്ന പ്രഭാഷകൻ എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് വേണ്ടി നടന്ന ഒരാളാണ് അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ഒരു കാലത്ത് അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തന്നെയായിട്ട് ഇപ്പം അദ്ദേഹം നിൽക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ രീതിയിൽ അദ്ദേഹം അങ്ങനെ പ്രയോജനപ്പെട്ട ഒരാളാണ്. പോട്ടെ, അതിനേക്കാളപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാഷാ വൈദഗ്ധ്യം, അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി സംവിധാനങ്ങളോടുള്ള പരിചയം, ചിരപരിചിത്വം, ഇതെല്ലാം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 18ാം പാർലമെന്റിൽ ഏറ്റവും ആവശ്യമായി വരുന്നൊരു കാലമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ET ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി ഫാസിസത്തിൻ്റെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പാർലമെന്റിലെ ഒരു ശക്തനായ പോരാളിയായി പലവട്ടം തെളിയിച്ചതാണ്. ഇപ്പോൾ CAA വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മെമ്പർക്കും അത്ര ധൈര്യപൂർവ്വം പറയാനാവാത്ത വിധമുള്ള ശക്തമായ പ്രഭാഷണങ്ങൾ, അത്തരം അവതരണങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റ് നടത്തിയതിന് ഒട്ടേറെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നവർക്ക് മുമ്പിൽ മറ്റൊരാളെക്കാൾ കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളത് അവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ആ രീതിയിൽ വ്യക്തിപരമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇവരൊക്കെ ജയിച്ചു പോകേണ്ടവരും അവരൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായിട്ടുള്ളവരുമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമായ പ്രസക്തിയോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനോരിയോ, നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം എത്രയും അനിവാര്യമായി ഏറ്റവും പ്രഗത്ഭർ, ഏറ്റവും പരിചയസമ്പന്നർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകേണ്ടി വരുന്നു എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. മുസ്ലിം ലീഗിന് ബദലാവാൻ പലരും പല കാലത്തും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ നിമിഷവും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ലീഗിന് ഒരു ബദൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു അജണ്ട ലീഗിനെതിരെ മാത്രമല്ല, സ്ഥാപിത രാഷ്ട്രീയ ഘടനകളെയൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് പല കാലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബദൽ എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണനെ പോലെ വളരെ പ്രഗത്ഭരായ, വളരെ സാത്വികരെന്നും വേണമെങ്കിൽ രാഷ്ട്രീയാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന അത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഒരു ഗാന്ധി ആശയത്തോടൊപ്പം നിന്ന ഒരു വളരെ പ്രഗത്ഭനായ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നു. PP സിംഗ് വരെയുള്ള ആളുകളൊക്കെ നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ എന്നിട്ട് സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് കോൺഗ്രസ് തകർന്ന ആ ഒരു സ്പേസിൽ അവിടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം തഴച്ചു വളരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ ബദലെന്ന നിലക്ക് ഇടതുപക്ഷവും കൂടി ഒരുമിച്ച് ഒരു സമയത്ത് ഇതേ JP പോലെ, അതായത് ജയപ്രകാശ് നാരായണൻ പോലും സംഘപരിവാറിനൊപ്പം ചേരുന്ന, അതായത് അന്നത്തെ ജനസംഘത്തോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ബദൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും എന്താ വെച്ചാൽ, ബദൽ രാഷ്ട്രീയത്തിന് ഒരിക്കലും സ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയത്തിനോടൊപ്പം നടക്കാൻ കഴിയാറില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഇപ്പം അങ്ങനെ ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒന്നും നമ്മുടെ മുമ്പില്ല. പക്ഷേ മുസ്ലിം ലീഗിന് നേരെ ആരോപിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഒന്ന്, അവർ മുസ്ലിം പ്രശ്നങ്ങളെ വേണ്ടത്ര തീവ്രമായി അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഈ തീവ്രമായി അവതരിപ്പിച്ചവരെന്താണ് സംഭവിച്ചത്? ഉദാഹരണം, ഇപ്പോൾ സെഡ് സാഹിബാണ് അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അതായത് മുസ്ലിം ലീഗിൻ്റെ തീവ്രത പോരാന്ന് പറഞ്ഞു വന്ന ആളാണ് സെഡ് സാഹിബ്. വളരെ നല്ല മനുഷ്യൻ. കാരണം അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലക്ക് മാത്രമല്ല, ഒരു കാലത്ത് അത്ര വൈകാരികമായി നമ്മൾ കണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് CHൻ്റെ ഒക്കെ ഒരു ക്ലീഷ ഉണ്ട്. അതായത് മലപ്പുറത്തെ ഗർഭിണികൾക്ക് മുമ്പിൽ നിന്ന് സേട്ടു സാഹിബ് എന്ന് വിളിച്ചാൽ ആ ഗർഭസ്ഥ ശിശു പോലും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ അത്ര ആവേശം ഉണ്ടാക്കിയ ഒരു പ്രഗത്ഭനായ സാത്വികനായ ഒരു മനുഷ്യനാണ് സെഡ് സാഹിബ്. പക്ഷെ സെഡ് സാഹിബ് വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം INL എന്നൊക്കെ പറയുന്നത് ഒരു മുസ്ലിം സ്വത്ത് രാഷ്ട്രീയത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അമ്പേ പരാജയമായ ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. അതുപോലെ പരീക്ഷിക്കപ്പെട്ട മറ്റൊന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ISS വന്ന ഒരു കാലത്ത്. അതായത് ഒരു രാഷ്ട്രീയ ബദലായിട്ട് പിന്നെ അത് PDP രൂപം കൊണ്ടു. ഒന്നും ചെയ്യാനായില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ശ്മശാനത്തിലെ ഒരു മീസാങ്കല്ലായിട്ട് അത് അസ്തമിച്ചു പോയി.
എന്തൊക്കെയോ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ, അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, അതിനേക്കാൾ തീവ്രമായിട്ട് കൊണ്ടുവരണം എന്ന ചിന്തയിലാണ് പിന്നീട് NDF വന്നു. ആ NDF പിന്നീട് SDP ആയിട്ടും അതുപോലെ തന്നെ PF ആയിട്ടും പല രീതിയിൽ രൂപാന്തര പ്രാപനം നടത്തിയ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയാണ് അതിൻ്റെത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ മതേതരത്വത്തെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക സൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചാൽ അവർ പറയാറുള്ളത് നിങ്ങൾക്ക് ഫാസിസത്തെ എതിർക്കാൻ പേടിയാണ് എന്നൊക്കെയാണ്. പക്ഷെ ഒറ്റ ദിവസം അതിനെ നിരോധിക്കുമ്പോൾ, അത് PFIനെ നിരോധിക്കുമ്പോൾ പിറ്റേ ദിവസം അത് ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. കേവലം അത്ര മേൽ പോലും പ്രസക്തമല്ലാത്ത ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് അത് അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് സ്ഥാപിതമാകുന്നത് വളരെ ആത്മാർത്ഥനിഷ്ഠമായ ഒരു ആഗ്രഹാഭിലാഷത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ്. അത് സ്ഥാപിച്ചതും വലിയ മഹാനായ ഒരു മനുഷ്യരാണ്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അത്ര നിസ്വാർത്ഥനായ ഒരാളെ ഇനിയിപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഒരു സൂഫിധന്യമായൊരു ജീവിതമായിരുന്നു ഖായിദെ മില്ലത്തിൻ്റെത്. അതിനോടൊപ്പം നടന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അതിനെപ്പോലെ നമുക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല. അത്രമേൽ കേരളത്തിലെ മുസ്ലിം സാമൂഹിക നവോത്ഥാനത്തിന്റെ ഒരു വിജയശില്പി എന്ന് പറയുന്നത് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. പിന്നെ മഹാനായ പൂക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങി. അതുപോലെ KM സീതി സാഹിബ്, ഇങ്ങനെ തുടങ്ങുന്ന വളരെ നിസ്വാർത്ഥരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ നേതൃരംഗത്ത് ആദ്യം വന്നത്. അപ്പോൾ സ്ഥാപിതമായിട്ടുള്ളത്, അതായത് നമ്മൾ സാധാരണ പറയാനുള്ളത് ഈ അസാസ് എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ, ഉസ്സിസാല തഖ്വ എന്ന് പറയാലോ. അപ്പോൾ തഖ്വയിൽ സ്ഥാപിതമാകുക എന്ന് പറയുന്ന പോലെ വളരെ ആത്മാർത്ഥതയോടുകൂടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ലീഗിന് ബദലാവാൻ മറ്റേതെങ്കിലും ഒന്നിന് കഴിയുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എനിക്കത് കാരണം ഇത്ര കാലത്തെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ മുഴുവൻ പരാജയം എന്നല്ല, വമ്പം പരാജയമായിരുന്നു. കഴിഞ്ഞ 50 വർഷത്തോളമായി പാണക്കാട് കുടുംബമാണ് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതൃത്വം. ഒരു തറവാട്ടിൽ നിന്ന് തന്നെ തുടർച്ചയായി നേതൃത്വം ഉണ്ടാവുക എന്നത് വളരെ മഹത്വമായാണ് ഓരോ മുസ്ലിം ലീഗുകാരനും വിശ്വസിക്കുന്നത്. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറ്റം വേണമെന്ന് ചെറിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നുമുണ്ട്. അതിലേറെയും ലീഗ് വിരുദ്ധരാണ് എന്നത് മറ്റൊരു കാര്യം. പാണക്കാട് കുടുംബം അല്ലെങ്കിൽ ആ പൈതൃകം എങ്ങനെയാണ് ലീഗ് രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുന്നത്? മുസ്ലിം ലീഗിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ പാണക്കാട് കുടുംബം വരുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളിലൂടെയാണ്. ഒന്ന്, കാരണം ബാഫക്കി തങ്ങൾ വരുന്നതും ഒരർത്ഥത്തിൽ തലശ്ശേരിയിൽ മാത്രമായിട്ട് ഒരു ലീഗ് രാഷ്ട്രീയം എന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലക്ക് ദേശീയ മുസ്ലിങ്ങൾ എന്ന നിലയിൽ 1936-37 ഘട്ടത്തിലാണ് അന്ന് മദ്രാസ് അസംബ്ലിയിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബാഫക്കി തങ്ങൾ, അന്ന് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ എന്ന തൻ്റെ അളിയൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് പോക്കർ സാഹിബാണ്. പോക്കർ സാഹിബ് വലിയ പ്രഗത്ഭനായ സാമാജികനാണ്, അഭിഭാഷകനാണ്, രാഷ്ട്രീയ നേതൃരംഗത്തും വലിയ തിളക്കമുള്ള ഒരാളാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ഇരുന്ന അത്രമേൽ നിയമവിദഗ്ധനാണ്. പക്ഷേ പോക്കർ സാഹിബിൻ്റെ ഒപ്പം അന്ന് സർവ്വേന്ത്യ മുസ്ലിം ലീഗ്, അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അതെല്ലാവരും ഉണ്ട്. ഒരു കാലത്തെ വലിയ ഒരു നേതൃശേഷി കാണിച്ച സത്താർ സെഡ് സാഹിബ് ഉണ്ട്, KM സീതി സാഹിബ് ഉണ്ട്. പിന്നെ അന്ന് ഒരു വിദ്യാർത്ഥി എന്ന് നിൽക്കുകയാണെങ്കിൽ എന്നാൽ പക്ഷെ അന്ന് പോലും നല്ല കഴിവുള്ള CH മുഹമ്മദ് ഖാൻ സാഹിബ് ഉണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. പക്ഷെ എന്നിട്ടും ബാഫക്കി തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാണ്. അവിടെ നിന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം അല്ലെങ്കിൽ അന്നത്തെ ഈ സർവ്വേന്ത്യ മുസ്ലിം ലീഗ് ഇത് ബാഫക്കി തങ്ങളിലൂടെയാണ് കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളെ ഈ വിഷയത്തെ ധരിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരവസ്ഥ. അതിൻ്റെ കാരണം നമ്മുടെ അതായത് സുന്നി ആശയങ്ങളുടെ കാഴ്ചപ്പാട് കൂടി അതിൽ പ്രത്യേക സ്വാധീനമുണ്ട്. അതായത് ഒരു തങ്ങൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബം, ആ കുടുംബത്തെ നെഞ്ചേറ്റാതെ ഒന്നും നടക്കൂല എന്ന് തോന്നുന്ന ഒരു കൃത്യമായ ഒരു ഫിലോസഫി അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫിലോസഫീനെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാത്ത സീതി സാഹിബ് പോലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ബാഫക്കി തങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ബാഫക്കി തങ്ങൾ മലബാർ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആവുന്നു. പിന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രസിഡന്റായി, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറുന്നു. ഈ സമയത്തൊക്കെ ബാഫക്കി തങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നം വെച്ച ഒരാളാണ് പൂക്കോയ തങ്ങൾ. പൂക്കോയ കുട്ടി എന്നാണ് വിളിക്കുക. പൂക്കോയ തങ്ങൾ വരുന്നു. പൂക്കോയ തങ്ങൾ കൂടുതൽ ശോഭയോടെ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായിട്ട് രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായി. അന്ന് CH മുഹമ്മദ് സാഹിബിന്റെ ശക്തമായ ഒരു സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ നടന്ന പര്യടനം അത് പൂക്കോയ തങ്ങളെയും പിന്നെ അതിന് ശേഷം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും വല്ലാതെ ഉയർത്തിക്കൊണ്ടുവന്ന സമയമാണ്. പക്ഷെ ഇതൊന്നും അല്ലാത്ത പാണക്കാട് കുടുംബത്തിന് അതല്ലാത്ത മറ്റൊരു സാമൂഹിക അസ്തിത്വമുണ്ട്. അത് അവരുടെ പാരമ്പര്യം, പ്രത്യേകിച്ച് പിന്നീട് പിന്നെ ഹുസൈൻ ആറ്റക്കോയ തങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ നിൽക്കുന്ന
വളരെ ശക്തമായ ഒരു സാമൂഹിക ബന്ധമുള്ള മലബാറിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ വേരുകളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധം പാണക്കാട് കുടുംബത്തിനുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അത്തരത്തിലൊരു സ്വാധീനം ഇപ്പോഴും മലബാറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ അവർ ചേർന്ന് നിൽക്കുന്നു. അവരതുപോലെ തന്നെ അതിനോട് എപ്പോഴും താതാത്മ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുസ്ലിം ലീഗ് പോലത്തെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധം വലിയൊരു സ്വാധീന ശക്തിയായി അവർ മനസ്സിലാക്കുന്നു. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നതുപോലെ തന്നെ പാണക്കാട് കുടുംബം, പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ സ്വാധീനം മുസ്ലിം ഹൃദയങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥയും ആ കുടുംബത്തിൻ്റെ ആ അർത്ഥത്തിലുള്ള ഒരു ജനസേവന സന്നദ്ധതയും ത്യാഗനിർഭരതയും സാമൂഹിക സേവന രംഗത്തുള്ള അവരുടെ നിരന്തരമായ ജാഗ്രതയും അതോടൊപ്പം തന്നെ അവരുടെ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് സമസ്ത ലഭ്യത്തുലമയുടെ നിരന്തരമായിട്ടുള്ള അവരുടെ ബന്ധം, അത് പിതാമഹന്മാരിലൂടെ പ്രത്യേകിച്ചും പൂക്കോയത്തങ്ങളിലൂടെ അങ്ങനെ കടന്നു വന്ന ഒരു ബാന്ധവം, അതൊക്കെ ഇതിന് വലിയ പ്രസക്തമായിട്ടാണ് ഞാൻ കാണുന്നത്. രാജ്യത്ത് മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾക്ക് പരോക്ഷമായി പിന്തുണ നൽകുകയോ ചെയ്യുകയും ഫലസ്തീൻ പോലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വികാരം പടർത്താൻ വേണ്ടി മാത്രം മുസ്ലിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ പറ്റി പറയാതിരിക്കാനാവില്ല. ഇത് എക്കാലത്തും അവരുടെ ഒരു കുതന്ത്രമായിരുന്നു. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോൺഗ്രസ് ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അന്ന് വളരെ വിവേകമുള്ള മുസ്ലിം നേതാക്കൾ പലരും പറഞ്ഞൊരു സത്യമുണ്ട്. അതായത് കോൺഗ്രസ് ബദൽ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായാൽ അത് ശക്തി പ്രാപിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇന്ത്യയിൽ. അതുവഴി പിന്നെ ഫാസിസം ശക്തിപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുമെന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസ് ബദൽ എന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ തിക്തഫലം ഇന്ന് നമ്മളെല്ലാവരും കൂടി അനുഭവിക്കുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെയും ഈ കോൺഗ്രസ് ബദൽ വരുന്നിടത്ത് നമ്മൾ കാണുന്ന ചില ഇഷ്യൂസിനെ ഇങ്ങനെ കാണാം. അപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് നരസിംഹറാവുവിനെ മുന്നിൽ വെക്കുന്നു. അപ്പോൾ മുസ്ലിം വൈകാരികതയെ വല്ലാതെ വലുതാക്കുന്നു. പക്ഷെ എന്നാലോ EMS തന്നെ പറഞ്ഞത് ബാബരി മസ്ജിദ് രണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് രാമക്ഷേത്രവും ഒരു ഭാഗത്ത് മസ്ജിദുമായാൽ മതി എന്ന ബദൽ സംവിധാനം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാണ് EMS. പക്ഷേ നമ്മൾ ആ അടിസ്ഥാന പ്രശ്നം അവിടെ നമ്മൾ കാണൂല, മറിച്ച് വൈകാരികമായിട്ട് നമ്മൾ അതിനെ കാണും. അപ്പം എന്താ സംഭവിക്കുക? കോൺഗ്രസ് കൂടുതൽ ക്ഷയിക്കാൻ മുസ്ലിങ്ങൾക്കിടയിലും കാരണവും. CPM അങ്ങനത്തെ ചില തന്ത്രങ്ങളെല്ലാം കാലത്തെടുത്തു. 2 ഇറാഖ് കാലം വന്നു, ഇറാഖ് യുദ്ധത്തിലൊരു വൈകാരിക ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വിവേകപൂർവമായ സമീപനങ്ങൾ മറ്റുള്ളവരെടുക്കുമ്പോൾ ഈ സദ്ദാം ഹുസൈനെ മാത്രം ജ്വലിപ്പിച്ച് നിർത്തുന്ന ഒരു വൈകാരിക സമീപനം CPM എടുക്കുന്നു. CPM-ന് സദ്ദാം ഹുസൈനുമായിട്ട് യാതൊരു ആത്മബന്ധം ഉണ്ടായിട്ടില്ല, പക്ഷെ മുസ്ലിം ഇഷ്യൂസിനെ വൈകാരികമാക്കുക, അങ്ങനെ സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള ശേഷിയെ ചോദ്യം ചെയ്യുന്ന, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വിവേകത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വൈകാരികതയിലേക്ക് അവരെ കൊണ്ടുപോവുക. രണ്ടാമത് പിന്നെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ISS രൂപീകരിക്കപ്പെടുന്നു. സത്യത്തിൽ ഏറ്റവും വലിയ വൈകാരികമായ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നാണെന്ന് നമ്മുടെ വിവേകമുള്ള പണ്ഡിതന്മാരും നേതാക്കളൊക്കെ പറഞ്ഞൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അവരെ ഉള്ളാലെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് ഇവിടെ ഇടതുപക്ഷമായിരുന്നു. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പിന്നെ മദനിയെ ഇരുത്തിയിട്ട് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. എന്നാൽ അതേ സംഭവം തന്നെ നിൽക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു സംഭവം, ഇതേ മദനിയെ ഒന്നാം നയനാർ ഗവൺമെൻറ് അതായത് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം, ഒന്നാം നയനാർ ഗവൺമെൻറ് അല്ല, ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇടതുപക്ഷ നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഓനെ പിടിച്ചു കൊടുത്തത് നമ്മളാണ് എന്ന് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ മുഖ്യമന്ത്രി അയക്കുന്നതിനേരെ പറഞ്ഞിട്ട് അത് പിന്നെ അന്നത്തെ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യത്തിൽ തന്നെ, അതായത് ഓനെ പിടിച്ചു കൊടുത്തത് നമ്മളാണെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേൾക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് നാസർ മദനിനെ പിടിച്ചു കൊടുത്തത് പിന്നീട് ബാംഗ്ലൂർ ഉള്ള ഒരു നീണ്ട കാലം, അതിൽ രണ്ടാമത് അച്യുതാനന്ദ ഗവൺമെൻറ് വരുന്നു. ഒന്ന് താമസിപ്പിക്കൂ എന്ന് പലരും പറയുമ്പോഴും എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ നിന്ന് വന്ന കർണാടക പോലീസിൻ്റെ കയ്യിലേക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വേണ്ടി തിടുക്കം കാണിക്കുന്നത് നമ്മൾ കണ്ടത് അവിടെയാണ്. അങ്ങനെ ഇതൊക്കെ നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ കേട്ടോ, അത് വെറുതെ പറയാൻ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് മുസ്ലിം ഇഷ്യൂസിനോട് അവരെടുത്ത സമീപനം നമുക്ക് വളരെ വ്യക്തമാണ്. ഇനി നോക്കൂ, ഈ ശരിയത്ത് വിവാദം ഉണ്ടായി. ഈ നാട്ടിലാകെ പറഞ്ഞു നടന്നിരുന്നത് എന്താണ്? അതായത് ആചന്ദ്രതാരം ഈ ശരിയത്ത് നിലനിൽക്കണം എന്ന് പറയുന്ന കുറെ മുല്ലാക്കന്മാരുടെ പ്രാകൃതമായ 6-ാം നൂറ്റാണ്ടിൻ്റെ വാദങ്ങൾ നിലനിൽക്കാൻ പാടില്ല എന്ന് സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ എല്ലാവരും
ഇപ്പോൾ TK ഹംസ ഉൾപ്പെടെ എല്ലാവരും പ്രസംഗിച്ച് കിടന്നൊരു കാലം അന്നുണ്ടായിരുന്നു. അതെ. അത് അങ്ങനെ. അപ്പോൾ ഈ ബേസിക് ഇഷ്യൂസിൽ എപ്പോഴും മറുഭാഗത്ത് നിൽക്കുക, വൈകാരിക ഇഷ്യൂസിൽ നമ്മുടെ വിവേകപരമായിട്ടുള്ള ചിന്തയെ മുഴുവനും കൊണ്ടുപോയി അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു തരം കുരങ്ങ് കളിപ്പിക്കൽ സമീപനത്തിലേക്ക് അവർ കടക്കുക. ഇത് ശരിക്കും ഇങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ച് നമുക്കത് മനസ്സിലാക്കാനോ. അപ്പോൾ വൈകാരിക ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് അവർ പ്രതികരിക്കും. ഇപ്പോൾ ഫലസ്തീൻ ഇഷ്യൂ വന്നു, പെട്ടെന്ന് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് അവരാണ്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഹമാസ് ഉദാഹരണം. ഹമാസുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ ഈ വിഷയത്തിൽ പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം വൈകാരികതയോടൊപ്പം നിൽക്കുക. അപ്പോൾ പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു അടിസ്ഥാന ഇഷ്യൂവിലേക്ക് പോകുമ്പോഴോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യയുമായി തുടങ്ങുന്ന ഡിപ്ലോമസിയുടെ ആരംഭം കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ജ്യോതി ബാസു ആ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇസ്രയേൽ സന്ദർശിച്ച ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ്, ഏറ്റവും ആദ്യത്തെ. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. സംഗതി കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് ആ ഡിപ്ലോമസി തുടങ്ങിയിട്ടുണ്ട്. BJP കുറച്ചുകൂടി അത് കൃത്യമായി അത് ഡെവലപ്പ് ചെയ്തെന്നുള്ള വസ്തുതയൊക്കെ ശരിയാണെങ്കിലും, അതായത് CPMൻ്റെ കുത്തകയായി നിന്ന പശ്ചിമ ബംഗാളിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ജ്യോതി ബാസു ആണ് ആദ്യമായി ഇസ്രയേലിനെ സന്ദർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. നമ്മൾ ആലോചിക്കണം. അതായത് ഒരു ഭാഗത്ത് ഇതെല്ലാം പറയുമ്പോഴും മറുഭാഗത്ത് അത്തരം ചിന്തകൾ അവർ കൊണ്ടുവരുന്നു. അപ്പോൾ വൈകാരികത എവിടെ ഉണ്ടോ അപ്പോൾ മുസ്ലിം ഇഷ്യൂസിൻ്റെ കൂടെ നിൽക്കുന്ന പോലെ കാണിക്കുക. നമ്മളത് CPMൻ്റെ മുഴുവൻ അത് പ്രസക്തി നഷ്ടപ്പെടുത്തി പറയല്ല. കാരണം CPM ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു മതേതര ചേരിയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട ഒരു സംവിധാനമാണെന്നും അതുപോലെ തന്നെ ഇടതുപക്ഷം അതിന് ആ അർത്ഥത്തിൽ പ്രസക്തി ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നത്. പക്ഷെ എന്നാലും ഇത്തരം ചില ട്രിപ്പീസ് കളികൾ എപ്പോഴും അവർ നടത്താറുണ്ട്. ഇപ്പോൾ ഈ ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട വിഷയം, ട്രിപ്പിൾ തലാഖിൽ ഞാനിപ്പോൾ ഈ സമീപകാലത്ത് അനുഭവിച്ചൊരു സത്യമാണ്. ഇപ്പോൾ ഈ പിന്നെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ, അതായത് തൃശ്ശൂർ തന്നെ ഒരു CPMൻ്റെ ജില്ലാ സെമിനാർ നടന്നു. ആ സെമിനാറിൽ MM ബേബി വിഷയം അവതരിപ്പിച്ചു, ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വളരെ നല്ല ഒരു സമീപനമാണ് സ്വീകരിച്ചത്, നല്ല നിലക്കാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷേ രണ്ടാമത് മുഖ്യപ്രഭാഷണം നടത്തിയത് ആനിരാജയാണ്, സഖാവ് ആനിരാജ. അതായത് ഇന്നത്തെ വയനാട് പിന്നെ സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷെ അവർ ശരിക്കും 2-3 കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ, ഒന്ന് ത്വലാഖ്, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്ത്രീ പുരുഷ സമത്വം എന്നീ വിഷയങ്ങളെക്കുറിച്ച് വളരെ സ്പഷ്ടമായി സംസാരിക്കണം. ഞാനതിന് മറുപടി പറയേണ്ടി വന്നു. അത് പിന്നെ കുറച്ചുകൂടി അവർ രാഷ്ട്രീയ രംഗത്ത് CPMന് പോലും അല്ലെങ്കിൽ CPIക്ക് പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും സ്ത്രീകളെ വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവർ നടത്തുമ്പോഴും കൂടുതൽ വിമർശനം നടത്തിയത് ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം വിവാഹ നിയമങ്ങളെക്കുറിച്ചാണ്. നമ്മളിവിടെ അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വിവാഹ നിയമങ്ങൾ പാടെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കുൽസിത ശ്രമങ്ങളെ എതിർക്കുന്ന ഒരു അത്തരത്തിലൊരു ഐക്യ ചർച്ചയുടെ ഇടയിൽ പോലും അങ്ങനെ ഒരു കോൺട്രവേഴ്സി കൊണ്ടുവരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നു. അത് പലവട്ടം പല രീതിയിൽ പല സ്വഭാവത്തിലായി അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വൈകാരികമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണല്ലോ ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം. സാമ്പത്തിക സംവരണം ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. EMS ഒക്കെ നേരത്തെ മുതൽ സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സാമ്പത്തിക സംവരണം വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചാൽ സാമൂഹിക സംവരണത്തിൻ്റെ അടിസ്ഥാന വേര് അറുത്ത് കളയുന്നു എന്നുള്ളതാണ്. അതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. കാരണം സാമൂഹിക സംവരണം എന്ന് പറയുന്നത് ഒരു വെൽ റിസർവ്ഡായി ഒരു സമൂഹത്തിന് അത്യാവശ്യം വേണമെന്ന നിലക്ക് അവരത് അർഹിക്കുന്നതുകൊണ്ട് അത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അവർക്ക് വേണ്ടി ഭരണഘടനാ നിബന്ധിതമായിട്ട് പ്രത്യേകിച്ച് ഡോക്ടർ BR അംബേദ്കർ പോലെയുള്ള ആളുകൾ ചെയ്തു വെച്ചതും പിന്നീട് സ്വാഭാവികമായിട്ടും മുസ്ലിം രാഷ്ട്രീയ നേതൃത്വമൊക്കെ അത് ശക്തമായി വാദിക്കുകയും ചെയ്ത ഒന്നാണ്. അവിടെയാണ് ഈ സാമ്പത്തിക സംവരണം. സാമ്പത്തിക സംവരണം ശരിക്കും ഈ നേരത്തെ പറഞ്ഞ സംവരണത്തിൻ്റെ അടിസ്ഥാന മർമ്മത്തെയാണ് അത് തൊടുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വാദിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM കൊണ്ടുവന്നു. കേരളത്തിൽ അത് കൊണ്ടുവന്നു. ശരിക്കും ഇന്ത്യൻ പാർലമെൻറ്റ് അത് സംബന്ധിച്ചൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ആദ്യം അത് ഏറ്റെടുത്തത് കേരള ഗവൺമെൻറ്റാണ്. ഇവിടെയാണ് ആ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത്. നമ്മൾ പലവട്ടം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ പോയിരുന്ന ഒരാളെന്ന നിലക്ക് തന്നെ ഒരിക്കലും അത് സമ്മതിക്കാൻ കഴിയാത്ത വിധം അത് വളരെ ഷാർപ്പായി തന്നെയാണ് ആ വിഷയത്തിൽ, സാമ്പത്തിക സംവരണ വിഷയത്തിൽ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ CAA വിഷയം വന്നു. CAAയിൽ ഇപ്പോൾ അവർക്കൊരിക്കലും സാധ്യമാവാത്ത, അതായത് ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തൊരു കാര്യം ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് വൈകാരികമായി വലുതാക്കുമ്പോഴും അതിനപ്പുറത്ത് CAAക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് അവരുടെ കേസ് എടുക്കുന്നു, ആ കേസുകൾ പിൻവലിക്കാൻ പറ്റാത്ത വിധം നിലനിൽക്കുന്നു, കുറെ കൂടി അതിനെ ക്രിമിനലൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണും. അപ്പോൾ
ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് CPM-ന്റെ ഒരു ഇരട്ട മുഖമാണ്. ശരിയാണ്. അത്തരം ചിന്തകൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് കൂടി കഴിയണമെന്നത് വസ്തുതയാണ്. വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ്. അതോടൊപ്പം കൃത്യമായ നിരീക്ഷണം, കൃത്യമായ വിലയിരുത്തലുകൾ. നന്ദി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി.